തമിഴ്നാടൻ വിജയ് പുതിയ പാർട്ടിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളായിട്ട് നടക്കുകയാണ്. മുസ്ലിം വോട്ട് പ്രതീക്ഷിച്ച് ഏറ്റവും മുമ്പിൽ നിസ്കരിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ വെറും കോമാളിത്തര. നിങ്ങൾക്കൊക്കെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ജനങ്ങൾക്ക് പുണ്യം കിട്ടുന്ന അല്ലെങ്കിൽ ഉപകാരം കിട്ടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം തന്നെ ആ ജനഹൃദയങ്ങളിൽ ഇടം നേടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പാവപ്പെട്ട ആളുകളുടെ ചേരികൾ വൃത്തിയാക്കുക, കുടിവെള്ളം കിട്ടാത്തടത്ത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ മനസ്സിലാക്കും, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി രാഷ്ട്രീയക്കാരനായി ഒരു നേതാവായി വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരാളായി മാറും എന്ന് ജനങ്ങൾക്ക് തോന്നണം. ഇദ്ദേഹം നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു വലിയ മന്ത്രിയായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കണം, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള ആക്ഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ തൽക്കാലത്തേക്ക് നിലനിൽക്കുള്ളൂ. പക്ഷേ നമുക്ക് സ്ഥിരമായി ആ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ നല്ല പ്രവർത്തികൾ ജനങ്ങൾക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കാര്യമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പണമില്ലേ, ആ പണം ഉപയോഗിച്ച് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യൂ. അല്ലാതെ വെറുതെ പള്ളി പോയി നിസ്കരിക്കുക, ക്രിസ്ത്യൻ പള്ളിയിൽ പോയി മുട്ടുകുത്തുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഭസ്മം തേച്ച് വയ്ക്കുക, ഇതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ നമുക്ക് തോന്നും ആ സമുദായത്തിൻ്റെ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുകയും അവരുടെ വോട്ട് കിട്ടുകയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാക്കും. പക്ഷേ യഥാർത്ഥമായി നമുക്ക് രാഷ്ട്രീയത MGR അങ്ങനെയല്ലേ ചെയ്തത്. ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ. ജയലളിത അവസാനം വന്നപ്പോൾ അമ്മ സിമെൻറ്റ്, അമ്മ ഇഡ്ഡലി, അമ്മ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾ തമിഴ്നാട്ടിൽ ചേരികളിലും പാവപ്പെട്ട ഏരിയകളിലൊക്കെ ചെന്ന് അവിടെയുള്ള ഗ്രാമങ്ങളിലൊക്കെ അവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കുക. അങ്ങനെ പദ്ധതി ഉണ്ടാക്കുമ്പോൾ തന്നെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. അല്ലാതെ ഈ വക കോമാളിത്തരം ചെയ്ത്